രണ്ടാമത്തെ കവിതയുടെ പേര് ക്യാപ്ച എന്നാണ്. ക്യാപ്ച നമുക്കറിയാം, പലപ്പോഴും പല സൈറ്റുകളിലേക്കൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ മനുഷ്യൻ തന്നെയാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി നടത്തുന്ന സാങ്കേതികമായിട്ടുള്ളൊരു വിദ്യയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു കവിതയാണ് ക്യാപ്ച. ഇത് വായിക്കുക കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും ഞാൻ വായിക്കാം. കാരണം ഇതൊരു ചിതറിപ്പോയ, പരാജയപ്പെട്ടു പോയ, മനുഷ്യനാണെന്ന് സ്ഥാപിക്കാൻ കഴിയാതെ ഡിജിറ്റൽ ഡിവൈഡിൽപ്പെട്ട് വിട്ടുപോയ ഒരു മനുഷ്യൻ്റെ കവിതയാണ് ക്യാപ്ച. ഞാൻ റോബോട്ട് അല്ല, നല്ല ഒന്നാന്തരം മനുഷ്യജീവി. എന്നെ കടത്തിവിടാൻ ഏതവയവം തുറന്നു കാട്ടണം? എന്നെ പ്രസവിച്ചതാണ്, കുടിച്ച മുലകൾ എനിക്കോർമ്മയിൽ ഇല്ല. മുട്ടിയിലിഴഞ്ഞതാണ്, ഉരഞ്ഞ പാടുകൾ മാഞ്ഞു പോയിരിക്കുന്നു. ഉണ്ടതിനും ഉറങ്ങിയതിനുമുള്ള സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയിരുന്നില്ല. പ്രേമിച്ചതിൻ്റെയും കൂടെ കിടന്നതിൻ്റെയും ഞരമ്പുകൾ തിരഞ്ഞാൽ തിണർത്തുവരാതെ ഇരിക്കില്ല. ഞാൻ റോബോട്ട് അല്ല, എൻ്റെ ഓർമ്മ വെറും മെമ്മറിയുമല്ല. അതിൽ കുട്ടിയിട്ടിരിക്കുന്ന സാധനങ്ങളുടെ വിലയറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. അത്ര വലുതാണ് എൻ്റെ ഗോഡൗൺ. ഇടയ്ക്കെടുത്ത് പുകയ്ക്കാനും പുതച്ചു നേരം വെളുപ്പിക്കാനും മറ്റൊരു ഇൻപുട്ടും രക്ഷയ്ക്കെത്താറില്ല. ഞാൻ അല്പം കൊലപാതകിയാണ് എന്നുവെച്ച് ജയിലിൽ കിടന്നിട്ടില്ല. കൊല്ലപ്പെട്ടവരൊന്നും നാട്ടിലെ ഭരണഘടനയിൽ പെട്ടവരുമല്ല. അല്ല, ഞാൻ റോബോട്ട് അല്ല, അത് ഉറപ്പാണ്. തെളിയിക്കാനുള്ള എൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകളും തെറ്റിപ്പോയെന്നും ഞാൻ മനുഷ്യനായി പെരുമാറുന്നതിൽ പരാജയപ്പെട്ടെന്നും ഇപ്പോഴും കരുതുന്നില്ല. റോബോട്ടല്ല ഞാൻ. ചന്ദ്രനിൽ കാലുകുത്തിയത്, എവറസ്റ്റ് നടന്നു കയറിയത്, വിമാനം പറത്തിയത്, ഹൃദയം മാറ്റിവെച്ചത്, കോവിഡിനെ അടിച്ചൊതുക്കിയത് ഞങ്ങളാണ്. അങ്ങനെ എന്തെല്ലാം അഹങ്കാരങ്ങളായിരുന്നു. ഇപ്പോൾ വഴി നടക്കാൻ അനുവാദം ചോദിച്ച് മനുഷ്യനെന്ന ബുദ്ധി, മനുഷ്യനെന്ന ജാതിയെ വിലക്കിയിരിക്കുന്നു. നിന്റെ മുമ്പിൽ എൻ്റെ അന്തസ് കെട്ടുപോയിരിക്കുന്നു. ഇനിയെങ്കിലും തുറന്നു പറ, ഒരു നാനോ ബൈറ്റ് പോലും മനുഷ്യനല്ലേ ഞാൻ?